വയനാട് മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി. ശ്രീജിത്തിന്റെയും ശ്രീനിഷിന്റെയും പന്നി ഫാമിലാണ് കടുവ വീണ്ടും എത്തിയത്. ഫാമിലെ 4 പന്നികളെ കാണാനില്ല. ഈ ഫാമിൽ നിന്ന് 21 പന്നിക്കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം കൊന്നിരുന്നു. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. കൂട്ടിൽ വീണ്ടും പന്നികളുടെ എണ്ണം കുറവ് കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ കടുവേൻ്റെ പാടുകളും സെയിം കൂട്ടിൽ നിന്ന് തന്നെ കടുവ പിടിച്ചുകൊണ്ട് പോവുകയും അതിന് ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ ഫോറസ്റ്റിൽ തന്നെ എന്ന് പറയാം അവിടെ അവശിഷ്ടങ്ങൾ തിന്ന 6 അവശിഷ്ടങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. പൂർണ്ണമായും തിന്ന സ്ഥിതിയാണ്. ഒരെണ്ണം കൂട്ടിൽ ചത്ത നിലയിലുണ്ടായിരുന്നു. അത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. സത്യത്തിൽ അറ്റാക്കാണോ എന്ന് സംശയമുണ്ട്. വിശദാംശങ്ങളുമായി ഷിബു ചേരുന്നുണ്ട്. ഷിബു, വനം വകുപ്പ് സംഘം എത്തിയിട്ടുണ്ട്. ഇതൊരു കടുവ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ വനം വകുപ്പ് എന്തെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഇവിടെ വയനാടിന്റെ പല ഭാഗത്തും കടുവാ ഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല. പ്രത്യേകിച്ച് വാഗേരി മൂടക്കൊല്ലി പ്രദേശങ്ങളിൽ കടുവ സ്ഥിരമായി സാന്നിധ്യമുള്ളതാണ്. അവിടെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടിയതിനു ശേഷവും സ്ഥിരമായി ഇറങ്ങുന്ന കടുവ തന്നെയാണ് ഇപ്പോഴും ഈ പന്നി ഫാമിൽ എത്തിയിട്ടുള്ളത്. ഇതേ പന്നി ഫാമിൽ ഇതിനു മുമ്പ് 21 പന്നിക്കുഞ്ഞുങ്ങളെയായിരുന്നു കടുവ ആക്രമിച്ചത്. ഇന്ന് ഈ കൂട്ടിലുണ്ടായിരുന്ന പന്നികളിൽ ഒരെണ്ണം ചത്ത നിലയിൽ കണ്ടെത്തുകയും മറ്റുള്ളവയെ കാണാനില്ലായിരുന്നു. തുടർന്ന് ഫാം ഉടമകളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിൽ പന്നിയുടെ അവശിഷ്ടങ്ങൾ വനത്തോട് ചേർന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്തി. അത് കടുവ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളാണെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് അധികൃതരും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടില്ല. പന്നി ഫാമിലേക്കാണ് ഇടയ്ക്കിടെ കടുവ എത്തുന്നത്. ഇവിടെ കാട്ടാന ശല്യവും രൂക്ഷമായ സ്ഥലമാണ്. പന്നികൾക്ക് തീറ്റ വയ്ക്കുമ്പോൾ ഈ തീറ്റ എടുക്കാനും മറ്റുമായി കാട്ടാനകളും പതിവായി ഇവിടെ എത്തുന്നുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കടുവ ഭീതി ഒഴിയാതെ നാട്ടുകാർ വലിയ ഭീതിയിലായിട്ടുള്ളത്. എന്തായാലും കടുവയെ കൂട്ടിലാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് വനം വകുപ്പ് അധികൃതർ ഇപ്പോൾ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ 21 പന്നിക്കുഞ്ഞുങ്ങളെ കാണാതായ അന്ന് നാട്ടുകാർ വനം വകുപ്പ് അധികൃതർ അവിടെ എത്തിയപ്പോൾ നാട്ടുകാർ ചില പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നീട് വനം വകുപ്പ് നൽകിയ ഒരു പരാതിയിൽ കേണിച്ചിറ പോലീസ് ഈ ഫാമുടമ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതും ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂട് സ്ഥാപിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാൻ? സാധാരണ ഇത്തരം കടുവകളുടെ ശല്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാഥമിക നടപടി എന്ന തലത്തിലാണ് ക്യാമറകൾ സ്ഥാപിക്കുകയും കൂട് സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ, ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല എങ്കിൽ മാത്രമാണ് മറ്റു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക. അതേ നടപടികൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. കൂട് വെച്ച് കൂട്ടിൽ അകപ്പെടാനുള്ള ഒരു സാധ്യതയാണ് വനം വകുപ്പ് ആദ്യം തേടുന്നത്. അതിനുശേഷവും ആക്രമണം ഉണ്ടായാലാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വനം വകുപ്പ് നീങ്ങുക. ഇപ്പോൾ ഒരു കൂടാണ് ഈ പ്രദേശത്തുള്ളത്. കൂടുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ ആലോചിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി. ഫാമിലെ 4 പന്നികളെ കാണാനില്ല. കഴിഞ്ഞ ദിവസം 21 പന്നിക്കുഞ്ഞുങ്ങളെ കൊന്നിരുന്നു. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ഇതൊരു കടുവ തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കടുവ കുടുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. വിവരങ്ങൾ നൽകിയത് ഷിബുവാണ്.